ഭാര്യയെ കണ്ടിട്ട് ഉടനെ തിരിക്കണം. എനിക്ക് ഫ്രൈഡേ കൊസസീവ് പസപ്പുകളുടെ കൂടെ മീറ്റിംഗ് ഉണ്ട്. വന്നേ വണ്ടി കയറും. വാ വാ. മിസ്സായാലും എനിക്ക് വലിയ നഷ്ടമാണ്. വാ വാ വന്നേ. നിങ്ങളോട് ഞാനിത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് അറിയില്ല. രാകേഷ് സ്വെറ്റ് ശ്രീയ. ഇത് വന്നതിന് വളരെ സന്തോഷമുണ്ട്. വൈറസിന് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും കേട്ടോ. അയാളുടെ മക്കളുടെ കല്യാണത്തിനെല്ലാം നമ്മൾ പ്രശ്നം ഉണ്ടാക്കുക. ഞാൻ പോയി റിയോയോട് സംസാരിക്കാം. നീ അവനെ ഒഴിവാക്ക്. വെങ്കട്ട്, ഭാര്യയെ കിട്ടി റിയേ. സാർ, ചെറുക്കൻ്റെ റൂമിലോട്ടാണ്. അതെ സാർ. എന്താ ഇത് അയൺ ബോക്സ് എടുത്തിട്ട് എത്ര സമയം? സോറി സാർ. കൊണ്ടുവാ. അപ്പോ മോനെ ഇതൊന്ന് അകത്തോട്ട് കൊടുത്തേക്ക്. പൂവൊക്കെ പെണ്ണിനുണ്ട് കൊടുക്ക്. ഇത് കല്യാണ ചെറുക്കന്റെ തലയെ വെച്ച് കൂട്ടിക്കൊണ്ട് വരണം. ഇത് ഞങ്ങളുടെ സമ്പ്രദായം. അങ്ങനെയാണോ? ശരി. Mambo. Hey, May I come in? Mambo. Yeah, come in. Mambo. Quick. Good morning, sir. I need Sharwani, man. Hey, Mambo. Yes. ഭാര്യയെ കിട്ടിയെന്ന് പറഞ്ഞു. നീ ആ കഴുതെ കെട്ടാൻ പോവാണോ? നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? നിന്നെ നീ തന്നെ പറ്റിക്കല്ലേ. ഭാര്യയെ നീ മറന്നിട്ടില്ല. അതുകൊണ്ടല്ലേ അവൻ ഇഷ്ടപ്പെട്ട ഫുഡ് നീ ഇപ്പോഴും കഴിക്കുന്നേ. Mozzarella, hey mambo, a mambo Italiano mambo, a mambo, a mambo, mambo. Just one enchilada, hey mambo, hey mambo, mambo. ആ രാകേഷോ, നിന്റെ ജീവിതം നീ തന്നെ കളയല്ലേ. അവൻ കഴുത്തി കെട്ടാൻ പോകുന്ന താലിയല്ല, പ്രൈസ് ടാഗാ. ഷട്ട് അപ്പ് വെങ്കട്ട്. രാകേഷ് ഒരുപാട് മാറി. അവനിപ്പം ബ്രാൻഡും പ്രൈസിനെ കുറിച്ച് ഒന്നും പറയാറില്ല. ചട്നി കഴിക്കുന്നത് ഞാൻ ശർവാണിക്ക് എന്താ ചെയ്യേണ്ടത്? സാർ സോറി സാർ, എനിക്കൊരു 2 നിമിഷം താ. ഞാൻ വേഗം ക്ലീൻ ചെയ്ത് എടുത്തോണ്ട് വരാം സാർ. ആരാണോ ചട്നി കണ്ടുപിടിച്ചവൻ? റിയേ, വേഗം വാ, സമയായി. ചേച്ചി, പുതിയ സാരി സൂപ്പർ. വാ. പ്രിയേ, ഞാൻ സെന്തില. ഇവിടെ ഇരുന്ന് കാറല്ലേ എന്നെ കൊന്നു കളയും. രാകേഷ് എവിടെയാ? What happened to my Sharwani, man? നിങ്ങളുടെ ഹൗസ് കീപ്പിംഗ് ബോയ് എടുത്തിട്ട് പോയതാണ് ചട്നി ശർവാണി. അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കാം. പോയി രാകേഷിനോട് വരാൻ പറ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയ പെണ്ണിനെ ഇഷ്ടപ്പെടാത്ത ചെറുക്കം പോയതാണെന്ന് പറയും. ആ പറ. ഇതാണ് ശരിയായ സമയം. കാർ ഞാൻ റെഡിയാക്കി നിർത്തിയേക്കാം. അവളെ കൊണ്ട് ഓടി വാ നീ. എടാ, മര്യാദയ്ക്ക് ഒച്ച വെക്കാതിരുന്നോണം. എന്താ സാറാ നിങ്ങളോട് നിൽക്കുന്നേ? അപ്പൊ കല്യാണ പന്തലിൽ ഇരിക്കുന്നവരാ? കല്യാണ പന്തലിൽ ഇനി ഒന്നുകൂടെ കറങ്ങിയാൽ നമ്മുടെ കല്യാണമാകും. എന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാ. വാ പോകാം. ഉള്ള അഭിമാനം പോകും. ഇവിടെ ഉള്ളവരൊക്കെ കളിയാക്കും. മറ്റുള്ളവർ ചിരിക്കുമെന്നോർത്ത് നിന്റെ ജീവിതം വെറുതെ കളയാൻ പോകണോ? കൂടി പോയാൽ എല്ലാരും ഒരാഴ്ച സംസാരിക്കും. അത് കഴിഞ്ഞ് മറന്നു പോകും. ഇന്ന് നീ ഇത് പേടിച്ച് വേണ്ടെന്ന് വെച്ചാ ജീവിതകാലം മുഴുവൻ നീ ആഗ്രഹിച്ച ഒരു ജീവിതം ജീവിക്കാൻ പറ്റില്ലെന്നോർത്ത് വേദനിക്കും നീ. മനസ്സിലാക്കിയോ? എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കൽ എങ്ങോട്ടാ പോകണ്ടേന്ന് തീരുമാനിക്കാൻ ഒരു സമയം വരും. ഈ സൈഡിലേക്ക് പോയാ ഹൗസ് കീപ്പിംഗ് രാകേഷ്, പ്രൈസ് സ്റ്റാർട്ട്. സന്തോഷമില്ലാത്തൊരു ജീവിതം. ഈ സൈഡിലേക്ക് പോയാൽ പാരി, ലവ്, നീ ആഗ്രഹിച്ച ഒരു ജീവിതം. നിന്റെ ജീവിതം മാറ്റാൻ പോകുന്ന ആ നിമിഷം ഇതാണ്. നീ തീരുമാനമെടുക്കുക. വേഗം കേറിക്കോ. റിയ, എനിക്കൊരു ഡൗട്ട്. എന്താ? ഭാര്യയുടെ കല്യാണം കഴിഞ്ഞ?
വാട്ട്? ഏയ് അങ്ങനൊന്നും ആവത്തില്ല. ആയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിന്നെ കൊണ്ടുവിടാം. കൂൾ കൂൾ കൂൾ. ഈ ബിസ്ക്കറ്റ് കഴിക്കും, നല്ലതാ. ഹാൻഡ് മെയ്ഡാ, കഴിച്ചോ നീ. ഇവനിവിടെ എന്താ ചെയ്യുന്നേ? വണ്ടിക്ക് ഗ്യാസ് ഫിൽ ചെയ്തോണ്ടിരിക്കുക, നീ അത് മൈൻഡ് ചെയ്യണ്ട. ഇതാ, നീ ബിസ്ക്കറ്റ് കഴിക്കും, സൂപ്പർ ആയിരിക്കും. ഞാനൊരു ഡീസന്റ് ആയിട്ടുള്ള ആളായിരുന്നു. പക്ഷേ 24 മണിക്കൂറിൽ പറന്നുപോയ ഫ്ലൈറ്റ് നുണ പറഞ്ഞ് താഴെ ഇറക്കി. കാശിയിൽ ഒഴുക്കേണ്ട അസ്ഥി കക്കൂസിൽ ഒഴുക്കാൻ നോക്കി. കല്യാണത്തിന് നിന്ന പെണ്ണിനെ കടത്തിക്കൊണ്ട് വന്നു. എല്ലാ പാവി ഭാര്യയ്ക്ക് വേണ്ടിയാണ്. ഭാര്യ അവന്റെ ഫ്രണ്ട്സിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. റെഡ്സിയിൽ കുത്തിയ കവർ എവിടെയാണെന്ന് നോക്കാം. സെന്തിൽ വീണ്ടും ഫെയിലായി. ആത്മഹത്യക്ക് എങ്ങനെ ശ്രമിക്കുമെന്നോർത്ത് പാരി പേടിച്ചു. അവന് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിക്കാൻ വൈറസിന്റെ ഓഫീസിൽ ചെന്നു. സെന്തിലിന് വേണ്ടിയാ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നത്. ഒരു കാരണവശാലും നമ്മൾ നോക്കാൻ പാടില്ലെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു. ക്വസ്റ്റ്യൻ പേപ്പർ എവിടെയാണ് അയാൾ ഒളിച്ചു വെച്ചേക്കുന്നേ? തപ്പിയെടുക്കുന്നതിന് മുമ്പ് നേരം വെളുക്കുമെന്നാ തോന്നുന്നത്. നീ റിയോടൊന്ന് ചോദിച്ചേ. ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുക, എന്താ ഫോൺ എടുക്കാനത്? ഹലോ ചേട്ടാ, പ്രിയ, ഫോൺ. ഓലീസ് വെൽ എന്ന് പറഞ്ഞ കുഞ്ഞ് തൊഴിക്കുവാ. പ്രിയ, നിനക്ക് ഫോൺ. പറ ചേട്ടാ, ഓലീസ് വെൽ ഒന്നും കൂടെ പറ. പാരി കിട്ടി. ഹലോ, ഇതാ കോപ്പിയാ. എടാ, എവിടെ നിങ്ങൾ വരുന്നേ? എന്താ ഇത്? ക്വസ്റ്റ്യൻ പേപ്പർ. വൈറസ് നിന്നെ ഫെയിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ക്വസ്റ്റ്യനാ. നല്ല കൂട്ടുകാരൻ നിങ്ങൾ. ആദ്യം ജയിക്കാനായിട്ട് നല്ല വഴി കാണിച്ചു, ഇപ്പൊ തെറ്റായൊരു വഴി കാണിച്ചു തരുന്നു. വേണ്ടടാ, ഞാൻ തന്നെ പഠിച്ചെഴുതിക്കോളാം. ഫെയിലായാലും കുഴപ്പമില്ല. കൊള്ളാടാ, ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു ധൈര്യം വന്നത്. ശരിക്കും അവനെ അളിയനാക്കിയാലോ എന്ന് തോന്നി. അവൻ്റെ അനിയത്തിയെ ഓർത്തപ്പം കൺട്രോൾ ചെയ്യണം അളിയാ. കള്ളം വേണ്ട സാറേ, വേണ്ട സിസ്റ്റത്തെ തന്നെ മാറ്റുമല്ലടാ. സാറേ, എന്റെ വീട്ടിന്റെ മുമ്പില് മൂത്രം ഒഴിക്കുമല്ലടാ. നീയൊക്കെ മഹാവൃത്തികെട്ടവന്മാരാ. ഇപ്പൊ തന്നെ കാമ്പസിൽ നിന്ന് പൊക്കണം. നേരം വെളുക്കുമ്പോ നിന്നേക്ക് ഇവിടെ കണ്ട ഐ വിൽ കോൾ ദ പോലീസ്. ഗെറ്റ് ഔട്ട് യു റാസ്കൽസ്. റാസ്കൽസ് all of you. റാസ്കൽസ് all of you. റാസ്കൽസ്. അവർക്ക് എങ്ങനെ എന്റെ ഓഫീസിന്റെ കീ കിട്ടിയത്? അച്ഛൻ ഞാനാ കൊടുത്തത്. അന്നും ഈ താക്കോൽ തന്നെ എന്റെ ചേട്ടന് കൊടുത്തിരുന്നെങ്കിൽ ഇന്നവൻ ജീവനോടെ കണ്ടേനെ. നിങ്ങളുടെ മോൻ ട്രെയിനിന് വീണ് മരിച്ചു പോയതാണോ? മിണ്ടാതിരിക്കറിയേ. അവൻ എഞ്ചിനീയർ ആകണമെന്ന് അച്ഛൻ തന്നെയല്ല തീരുമാനിച്ചത്. അവന്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന് ഒരു വാക്ക് ചോദിച്ചിരുന്നോ?
കട്ട് ഓഫ് 300-ന് 298.5-ന് മുകളിൽ വേണമെന്ന് എന്തുമാത്രം പ്രഷർ കൊടുത്തിരുന്നു. അതുകൊണ്ടാ എൻട്രൻസ് എക്സാം എഴുതുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാ നല്ലതെന്ന് കരുതി ട്രെയിനിനെടുത്ത് ചാടി. ഇവളെന്തായി പറയുന്നത്? അവള് പിച്ചും പെയും പറയാ. അച്ഛൻ പോയി കിടന്നുറങ്ങ്, ഞാൻ മരുന്ന് എടുത്തോണ്ട് വരാം. പ്രിയേ, നീ എന്തായി കാണിക്കുന്നത്? അവൻ ലിറ്ററേച്ചർ പഠിക്കാനാണ് ആഗ്രഹിച്ചത്. ഒരു എഴുത്തുകാരനാകണം, ഒരു കവി ആകണമെന്നായിരുന്നു അവന്റെ ലക്ഷ്യം. അവൻ അവസാനമായി എഴുതിയത് ഈ ആത്മഹത്യ കവിതയായിരുന്നു. പ്രിയേ, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എത്ര നാളെന്ന് വെച്ചാ ചേച്ചിയെ മിണ്ടാതിരിക്കുന്നത്? ഒരു തവണയെങ്കിലും നിനക്ക് എഞ്ചിനീയറിംഗ് ഇഷ്ടമല്ലേ, വിട്ടേക്ക്. നിന്റെ ഇഷ്ടം പോലെ അവനോട് പഠിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നവൻ ജീവനോട് കണ്ടേനെ അച്ഛ. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നേനെ. അവൻ ആത്മഹത്യ ചെയ്തതല്ല. അതെ അച്ഛ, അത് ആത്മഹത്യയല്ല, കൊലപാതകം. എക്സ്ക്യൂസ് മീ സാർ, പാരി പഞ്ചവൻ പാരിവേന്തൻ എവിടാന്നറിയോ? കാണാൻ വളരെ സ്മാർട്ട് ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഓളിസ് വെൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കുട്ടിക്കാലത്തെല്ലാം പപ്പു പപ്പു എന്നാ വിളിക്കുന്നത്. കൂൾ കൂൾ കൂൾ, എന്റെ കൂടെ വരൂ. ഹലോ ബ്രദർ, പാരി എവിടെ? വെങ്കറ്റ് സാർ, ഇതാ നോക്കിക്കേ, നിങ്ങളുടെ ബുക്ക് ഒന്നുപോലും വിടാതെ വായിക്കും. സെന്തിൽ സാർ, ഇതാ നോക്കിക്കേ, അദ്ദേഹം സാറിന്റെ ബ്ലോഗ് നോക്കും. നിങ്ങളുടെ റിസർച്ചിനെ കുറിച്ച് ഞങ്ങളോട് പറയാറുണ്ട്. ഈ ഹെൽമെറ്റ് ഓർമ്മയുണ്ടോ? നിങ്ങളുടേതാ മോഷണം പോയത്. നീ ആരാ? ഞങ്ങളുടെ പേരൊക്കെ നിനക്കെങ്ങനെ അറിയാം? എന്നെ ഇതുവരെ മനസ്സിലായില്ലേ? ഇല്ല. എങ്ങനെ അറിയാനാ? മില്ലിമീറ്റർ ഇപ്പോ സെന്റിമീറ്റർ ആയില്ലേ? മില്ലിമീറ്റർ? എടാ മില്ലിമീറ്റർ. അല്ല, നീ എങ്ങനെ ഇവിടെ വന്ന് ചേരുന്നത്? ഒരു ദിവസം ഒരു ലെറ്റർ വന്നായിരുന്നു, ഒരു ട്രെയിൻ ടിക്കറ്റും ഉണ്ടായിരുന്നു. സ്കൂളിന് പോകണമെങ്കിൽ ഈ ട്രെയിനിൽ കയറാൻ പറഞ്ഞു. ഞാൻ കയറി. ചെറിയ കഥ പറയുന്നല്ലോ അവൻ ഫ്ലാഷ് ബാക്ക് പറഞ്ഞത്. അവന്റെ കാര്യം കൊണ്ട് തോറ്റുപോകും. എവിടെയാ ഭണ്ഡാരം? ഇത് ഓപ്പറേറ്റ് ചെയ്യേ. ദിവസവും നീ എൻ്റെ സ്വപ്നത്തിൽ അതേ സ്കൂട്ടറിൽ കല്യാണ പെണ്ണായിട്ട് വരും. ഹെൽമെറ്റ് ഊരിക്കൊണ്ട് കിസ് ചെയ്യാൻ എൻ്റെ അടുത്തേക്ക് വരും. ഒരു ഗുഡ് ബൈ എങ്കിലും പറഞ്ഞിട്ട് പോകാറുന്നില്ലേ? സോറി. കല്യാണം കഴിഞ്ഞോ? കല്യാണം ഇല്ല. നിന്റെ? കഴിഞ്ഞതുപോലെയാ ഭണ്ഡാരം. പിന്നെ പിന്നെ വേറെന്താ? വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. ആരാ? ഈ കേടിയെ. കണ്ടോ, മൂക്കിടിച്ചില്ല. സ്റ്റുപ്പിഡ്. അതെ, ദാറ്റ്സ് റൈറ്റ്. എടാ പാരി. ഹായ് വെങ്കട്. അതെ വെങ്കിടാടാ, നിക്ക്, അടിച്ച് നിന്നെ കൊല്ലും ഞാനിന്ന്. സെന്തിൽ, നിന്നെ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? ഒരു ഫോൺ ചെയ്യാൻ നിനക്കറിയില്ല. അടിച്ച് കൊല്ലണം. എന്തിനെങ്ങനെ മാറി മാറി അടിക്കുന്നത്? ഇതിനു വേണ്ടിയാണ് നല്ല പോലെ അടിക്കുക. എന്റെ പേര് പറഞ്ഞ 4 കൊടുക്ക. അവന്റെ ഒരു അഹങ്കാരം കൊല്ലും ഞാൻ. എന്താ
എടാ തോറ്റോടികളെ, ഹാവിങ് ഫണ്ണാ. ഇവൻ സൈലന്റ് സാർ. പഞ്ചവൻ പാരിവേന്ദ്രൻ. നമസ്കാരം സാറേ. സാർ എത്ര വലിയ ഉയരത്തിലെത്തി. ഗ്രാമത്തിലെ സ്കൂൾ ടീച്ചർ. A ഫോർ ആപ്പിൾ, B ഫോർ ബോൾ ആണെന്ന്. നമ്മൾ രണ്ടുപേരും ഒരേ സമയത്താ ട്രെയിൻ കയറിയത്. പക്ഷേ നിന്റെ ട്രെയിൻ റിവേഴ്സിൽ പോയി. എഞ്ചിനീയർ പഠിച്ചിട്ട് സ്കൂൾ ടീച്ചറായി. നിനക്ക് എത്ര ശമ്പളം ഉണ്ട് പാരി? 5000 ഉണ്ടാകുമോ? അതെനിക്ക് വെറും $100. എന്റെ മോന്റെ പോക്കറ്റ് മണിയെ നിന്റെ ശമ്പളത്തെക്കാളും അധികമാ. ഓവറായിട്ട് കഥ പറഞ്ഞേക്ക മതി, നിർത്ത്. എടാ, ആര് ഷോ കാണിച്ചെന്നാ? ഇവനാ. എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റാൻ പോകുന്നു, ലോകം മാറ്റാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോ കുട്ടികളുടെ ഒക്കെ ചന്തിയും കഴി നടക്കുവാ. ഓൾമോസ്റ്റ് ആയ ജോലി. എടാ മിണ്ടാതിരുന്നില്ല, അടിച്ചിട്ട് പല്ലു ഒഴിക്കില്ല. റിലാക്സ്. അന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ഒരിക്കൽ നിങ്ങളൊക്കെ ഇരുന്ന് കരയുമെന്നും ഞാൻ ചിരിക്കുമെന്നും. ഇതിലൊന്ന് ഒപ്പിട്ടെ സാറേ. സമ്മതിച്ചോ? നീ തോറ്റെന്നും ഞാൻ ജയിച്ചെന്നും. ഡിക്ലറേഷൻ ഓഫ് ഡിഫീറ്റ്. എടാ, ഈ എഗ്രിമെന്റ് കൊണ്ടുവന്നിരിക്കുന്നതാ ഇവനെ. എടാ, ഇത് വൈറസ് പ്രിൻസിപ്പലിന്റെ പെണ്ണല്ലേ? ഇത് നിന്റെ അങ്ങനെ വന്നു അടിച്ചു മാറ്റിയതാ? അത് പിന്നെ ദിസ് ഈസ് ഫോർ വിന്നേഴ്സ്, നോട്ട് ഫോർ ലൂസേഴ്സ്. പഞ്ചവനെ, എന്റെ മുന്നിൽ തോറ്റെന്ന് പറഞ്ഞ് നാണിക്കണ്ട. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിലോ സ്കൂളിന് എന്തെങ്കിലും ഡൊണേഷൻ ആവശ്യമുണ്ടെങ്കിലോ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോൾ മൈ അസിസ്റ്റന്റ്. ഓക്കേ, ക്യാച്ച് ഇറ്റ്. ഫണ്ണി ഗൈഡ്സ്. A for apple, B for boy, C for cat. ഇവനൊരു മാറ്റമില്ലല്ലോടാ. ഏയ് അവനോട് പോകാൻ പറയടാ. അയ്യോ, ഇപ്പഴാ എനിക്കൊരു വലിയ റിലീഫ് ആയത്. നിന്റെ പേര് പഞ്ചവൻ പാരിവേന്ദ്രൻ അല്ല. ആലോചിച്ച് നോക്ക്, കല്യാണത്തിന് ശേഷം റിയ പാരിവേന്ദ്രൻ, കീരിവേന്ദ്രൻ ഒക്കെ റാക്ക്. അല്ല, നിന്റെ യഥാർത്ഥത്തിലുള്ള പേരെന്താ? കൊസക്സി പസപ്പുകൾ. പസപ്പുകൾ? അതെ. റിയ പസപ്പുകൾ? യക്ക്. നീ സയന്റിസ്റ്റ് ആണോ? നിന്റെ പേരിലാണോ കുറെ പാറ്റേൺസ് ഉള്ളത്? ഉണ്ട്. കല്യാണം കഴിഞ്ഞാൽ നിന്റെ പേര് ഞാൻ ചേർക്കത്തില്ല. ഓ, അതിന്റെ ഇടയ്ക്ക് അവള്. നീ ശ്രീവത്സത്തിന്റെ കൊസക്സി പസപ്പുകൾ? അപ്പൊ ജപ്പാനീസുകാരെല്ലാം നിന്നെയാണോ അന്വേഷിക്കുന്നത്? ഐ തിങ്ക് സോ. നിനക്ക് ആരാ കൊസ എന്ന പേരിട്ടാ? നിക്കവിടെ. നീ സയന്റിസ്റ്റ് ആണോ ടീച്ചറാണോ? രണ്ടും സയന്റിസ്റ്റ് ആണ്, എന്നാ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ. എടാ, അപ്പൊ നീയാണ് കൊസക്സി പസപ്പുകൾ അല്ലേ? അതെടാ, അതെ. ഏയ് ഒരു മിനിറ്റ്. എടാ സൈലൻസർ. എടാ തോറ്റുപോയവനെ. ഇതിന് പോലും ഒന്നും പറ്റില്ല. ഏയ് നിക്ക്, ഞാൻ ഫോൺ ചെയ്യാം. മിസ്റ്റർ പസപ്പുകൾ, നിങ്ങളോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സോറി മിസ്റ്റർ വാട്സൺ, നിങ്ങളുടെ കമ്പനിയുടെ ഡീൽ എനിക്ക് സൈൻ ചെയ്യാൻ കഴിയില്ലല്ലോ. വൈ സാർ? എന്ത് പറ്റി? എങ്ങനെ സൈൻ ചെയ്യാൻ പറ്റും? എന്റെ പേന നിങ്ങൾ എടുത്തോണ്ട് പോയില്ലേ? ഏത് പേനയുടെ കാര്യമാ സാർ പറയുന്നത്? ഐ ഡിഡ്ന്റ് ഗെറ്റ് യു. നിങ്ങളുടെ കയ്യിലിരിക്കുന്നില്ലേ വൈറസിന്റെ പേന? മിസ്റ്റർ പസപ്പുകൾ. ഹായ് മിസ്റ്റർ വാട്സൺ. A for apple, B for bulb. എന്താടാ അന്തം വിട്ട് നോക്കി നിൽക്കുന്നേ? ഫ്രണ്ട്ഷിപ്പിൽ ഇതൊക്കെ സർവ്വസാധാരണമല്ലടാ പസപ്പുകളെ. That's a good one. I completely flogged Barry. Oh, sorry പസപ്പുകൾ. ഐ ഹോപ്പ് നമ്മുടെ പ്രോബ്ലങ്ങളൊക്കെ ഈ ഡീലിൽ ബാധിക്കില്ല അല്ലേ? ഐ വാസ് ജസ്റ്റ് ജോക്കിംഗ്. എന്റെ ഉൾബോധ മനസ്സ് പറയുമായിരുന്നു നീ തന്നെ വലിയ ആളാകുമെന്ന്. നോ 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 നോ, റിയലി ഐ സ്വെയർ. പാരി 100, ശ്രീവത്സൻ 0. യു വിൻ, ഐ ലൂസ്. യു ഡോണ്ട് ബിലീവ് മീ? See? നേതാവേ, യു ആർ ഗ്രേറ്റ്.